بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, വളരെ പ്രാധാന്യമുള്ള ഈ പരിപാടിയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഏകദൈവ വിശ്വാസം എന്ന ഏറ്റവും ശക്തമായ വിഷയത്തിൻ്റെ കാതലായ മേഖലയിലൂടെയുള്ള ഒരു വിഷയാവതരണം മഗ്രിബ് നമസ്കാരത്തിനു മുമ്പ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി അവർകൾ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആദർശം, ആ ആശയത്തിൽ നിന്ന് ഓരോ സന്ദർഭങ്ങളിലും വിഘടിച്ചു പോവുകയും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായ രൂപത്തിലുള്ള വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമായി ഓരോ വിഭാഗം ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന കേരളത്തിലെ ഏറ്റവും ശക്തമായ ഈ പ്രസ്ഥാനം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും, അവരേത് സംഘടനക്കാരാണെങ്കിലും ശരി, സംഘടന ഇല്ലാത്തവരാണെങ്കിലും ശരി, അവരോട് പറഞ്ഞുകൊടുക്കുന്ന സുപ്രധാനമായ വിഷയം ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഏറ്റവും ശക്തമായ ഈ ആദർശത്തിലേക്ക് തെറ്റുതിരുത്തി മടങ്ങി വരണമെന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനുഷ്യ സമൂഹത്തിന്റെ ഐക്യത്തിനും അതോടൊപ്പം തന്നെ അവരുടെ മോക്ഷത്തിനും നിദാനമായ ഒരു വചനമായതുകൊണ്ടാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന, പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന, വൈയക്തികവും കുടുംബവും സാമൂഹികവും അങ്ങനെ എല്ലാ മേഖലകളിലും തകർന്നടിഞ്ഞു പോയൊരു സമൂഹത്തിനെ ശക്തമായ സാഹോദര്യത്തിലേക്കും ഐക്യത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ ലോകത്തൊരാളും തിരിഞ്ഞു നോക്കാതിരുന്ന, മക്ക എന്ന ചെറുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന, മദീന എന്ന യസ്രിബ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന അറബി സംസാരിക്കുന്ന ഒരു കൂട്ടം അറബികളെ ലോകാന്ത്യം വരെ വരുന്ന മനുഷ്യ സമൂഹം എപ്പോഴും ഓർക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി മാർഗദർശനമായി സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഒരു ആദർശം, അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയ്ക്ക് അവർക്ക് താക്കീത് നൽകണമെന്ന കൽപ്പന കടന്നു വരുമ്പോൾ ജബൽ അബീ ഖുബൈസിന്റെ ഒരു ഭാഗമായ സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അത്യുന്നതമായ ഒരു ആദർശത്തിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് പ്രവാചകൻ ക്ഷണിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറബികളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സുന്ദരമായ തൗഹീദിന്റെ അനശ്വരമായ പ്രഖ്യാപനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കൂ, എങ്കിൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കും. വിജയം വരിക്കുക മാത്രമല്ല, അറബ് ലോകവും അനറബ് ലോകവും
നിങ്ങളുടെ കാൽ കീഴിലെത്തുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ വിമർശിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യർ പ്രവാചക പ്രബോധനത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഓരോ ദിവസം കഴിയുന്തോറും അത് ശക്തി പ്രാപിക്കുകയും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംരക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിവിധ വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവതരിക്കുമ്പോൾ ആ ആയത്തുകളിലൂടെ ജീവിതം വിമലീകരിച്ചുകൊണ്ട് അത്യുന്നതമായ ഒരു സമൂഹം മദീനയിലും മക്കയിലും വാർത്തെടുക്കപ്പെടുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ജനങ്ങൾ ഈ പ്രബോധനത്തിന്റെ കൈത്തിരിയുമായി കടന്നു വരികയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം ലോക ജനങ്ങൾക്ക് മുന്നിലേക്ക് സ്വഹാബികൾ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുകയും ആ പ്രബോധനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് കൽപ്പിക്കുകയും അതിനുവേണ്ടി ജീവത്യാഗം നടത്തുവാൻ പോലും സന്നദ്ധരായ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ ഉണ്ടായിത്തീരുകയും എന്നാൽ പലപ്പോഴും പിശാചതിന്റെ പണി കൃത്യമായി നടപ്പിൽ ആക്കുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ സമീപനം മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ കടന്നു വരുന്ന ഒരു കാഴ്ച കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് മസ്ജിദുൻ നബവി എന്ന പ്രവാചകന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന് വരാനിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന് സംഭവിക്കാനിരിക്കുന്ന ഒരു അപജയത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് റസൂലുള്ള പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീന വഹത്താ തഅബുദൽ ഔസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിക്കുകയാണ്, മുസ്ലിം സമൂഹത്തിന് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം, ആ സമുദായത്തിന് വിശ്വാസപരമായ അപജയം സംഭവിക്കുന്നതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവ്യമല്ല, ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീന, എന്റെ ഉമ്മത്തിലെ ചില കബീലക്കാർ, എന്റെ ഉമ്മത്തിലെ ചില ഗോത്രങ്ങൾ, എന്റെ ഉമ്മത്തിലെ ചില ആളുകൾ, ചില വിഭാഗങ്ങൾ അവർ ശിർക്ക് ചെയ്യുന്നത് വരെ, മുശ്രിക്കുകളിലേക്ക് ചെന്നു ചേരുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, വഹത്താ തഅബുദൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ, ബിംബങ്ങളെ ആരാധിക്കുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറിച്ചല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാർ അവരതാ ബിംബങ്ങളെ പൂജിക്കുന്നതിലേക്ക് കടന്നു പോകും, മുശ്രിക്കുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പരിപാടിയുടെ ചുറ്റുഭാഗത്ത് ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ നാട്ടുകാരുണ്ടെങ്കിൽ, മുസ്ലിം സഹോദരന്മാർ, മുജാഹിദുകളല്ലാത്ത ആളുകളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മുസ്ലിമീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പ്രഖ്യാപിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്ന പള്ളിമിനാരങ്ങളിലൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം നടത്തുന്ന മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാർ, മുസ്ലിം ഉമ്മത്തിലെ അഹ്മദും മുഹമ്മദും, മുസ്ലിം ഉമ്മത്തിലെ സൈനബും ഫാത്തിമയും, മുസ്ലിം ഉമ്മത്തിലെ ഖദീജയും ഒക്കെ അവർ പോകുന്നത് എങ്ങോട്ടാണ്? കണ്ടോ, മരത്തിന്റെ മുന്നിൽ പോയി പ്രയാസം പറയുന്ന മുസ്ലിമീങ്ങളെ കാണാം, കല്ലിന്റെ മുന്നിൽ പോയി പ്രയാസം പറയുന്ന മുസ്ലിമീങ്ങളെ കാണാം. മാത്രമല്ല, കെട്ടി ഉയർത്തപ്പെടുന്ന ജാറങ്ങളുടെ മുന്നിൽ പോയി സങ്കടങ്ങൾ പറയുന്ന അവസ്ഥ കാണുന്നു. അടുത്ത ദിവസം നമുക്ക് വരുമ്പോൾ കാണാം, തിരൂര് ഭാഗത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ ഗംഭീര പെട്ടിവരവിന്റെ വലിയ പോസ്റ്ററുകളും കമാനങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട് അവിടെ. എന്തിനാണെന്നറിയുമോ? യാഹൂ തങ്ങളുടെ ജാറത്തിലേക്ക്
കടന്നു വന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് തങ്ങളുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ തങ്ങളുടെ മക്ബറയിലേക്ക് പോകുന്ന, ജാറത്തിലേക്ക് പോകുന്ന നൂറുകണക്കിന് ആളുകളെ കാണുമ്പോൾ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടുന്ന അതേ മജ്ലിസുൻ നൂറുകൾ വർദ്ധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയപ്പെട്ട സഹോദരി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞതാണ്, അതേ മുശ്രിക്കുകളുടെ പ്രവർത്തനത്തിലേക്ക് ചെന്നു ചേരുന്നത് വരെ, വിഗ്രഹത്തെ ആരാധിക്കുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പുലരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ലക്ഷ്യമതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അത്യുന്നതമായ ഈ ആദർശത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത, പലതിൻ്റെയും പേരിൽ തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്ന ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ കൊണ്ടുവരാം, പറയാം, നമുക്ക് സംസാരിക്കാം. നമുക്ക് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ പരിശുദ്ധ ഖുർആനിലെ 6200 ചില്ലുവാനും വരുന്ന ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ വല്ല കൽപ്പനയുമുണ്ടോ? ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന നൂറുകണക്കിന് പ്രാർത്ഥനകൾ റബ്ബനാ 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 എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന, പ്രവാചകന്മാരുടെ പ്രാർത്ഥന, പുണ്യപുരുഷന്മാരുടെ പ്രാർത്ഥന, ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ അധ്യായങ്ങളിൽ വളരെ ശക്തമായി വിശദീകരിക്കുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന പോലും അല്ലാഹു അല്ലാത്തവരെ ഇടയാളന്മാരാക്കിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമേയല്ല. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിൽ പോലും അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരംശം പോലും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എവിടുന്ന് കിട്ടി? വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തിരം നൽകും ഞാൻ എന്നോവർ എന്ന് പറയാനുള്ള ഒരു ആർജവം എവിടുന്നാ കിട്ടിയത്? മാത്രമല്ല, ശൈഖേ എന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ, ശൈഖേ എൻ്റെ പ്രയാസം നീക്കണേ എന്ന് പറയാൻ, എന്നെ ഒന്ന് കൈപിടിക്കണേ എന്ന് പറയാൻ എന്ത് തെളിവാണ് നമുക്ക് കാണാൻ കഴിയുക? പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു വാചകം, അങ്ങനെ ഒരു ആയത്ത്, അങ്ങനെ ഒരു നിർദ്ദേശം അല്ലാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ ഏത് പ്രമാണമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? 14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് പ്രാരംഭം കുറിക്കപ്പെടുകയും മിനയുടെ താഴ്വാരത്ത് വെച്ച് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയാക്കപ്പെടുകയും ചെയ്ത് 23 വർഷക്കാലത്തെ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ കൂട്ടമായും ഒറ്റയായും ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ അധ്യായം അവിടുന്ന് അവസാനമായി ഒരു സൂറത്തായി അവതരിച്ചത്, അവസാനം ഒരു പൂർണ്ണമായ സൂറത്തായി അവതരിച്ചത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന അധ്യായമാണ്. അതുകൊണ്ട് തന്നെ മുഫസ്സിറുകളിൽ ധാരാളം ആളുകൾ അതിന് സൂറത്തു തൗദീഅ്, വിട പറയുന്ന അധ്യായം എന്ന പേരാണ് ആ അധ്യായത്തിന് കൊടുത്തിട്ടുള്ളത്. ആ അധ്യായം അവതരിച്ചതിന് ശേഷം പ്രിയപ്പെട്ട സഹോദര, ലോകത്തിന്റെ നായകൻ, നമ്മുടെ പ്രവാചകൻ, നമ്മളേറെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, സ്വന്തം ശരീരത്തെക്കാൾ നാം ഇഷ്ടപ്പെടുന്ന, നമ്മുടെ പിതാവിനെ മാതാവിനേക്കാൾ നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എപ്പോഴും ഉണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു തുടങ്ങിയെന്നും അവിടുത്തെ കണ്ണുകൾ സജലങ്ങളായി തുടങ്ങിയെന്നും എപ്പോഴും ദുഃഖാർത്ഥനായി കണ്ടു എന്നും മാത്രമല്ല, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി എന്നവിടുന്ന് റുകൂഇലും സുജൂദിലും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നും കാലിൽ നീരുകെട്ടുന്ന നിലക്ക് അവിടുന്ന് രാത്രി നമസ്കാരം വർദ്ധിപ്പിച്ചിരുന്നു എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രവാചകൻ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ റബ്ബി റബ്ബനാ അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അവിടുന്ന് പറഞ്ഞതെങ്കിൽ, അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ, ഖബർ സിയാറത്തിന്റെ വേളയിൽ എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ പോലും റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി സൗഖ്യത്തിന്, നമുക്ക് വേണ്ടി സൗഖ്യത്തിന് റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്ദരമായ തൗഹീദിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ജാറങ്ങളുടെ മുന്നിൽ പോയി സങ്കടം പറയുന്ന തരത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ച ആളുകൾ ആരാണോ ആ ആളുകളാൽ തെറ്റുധരിപ്പിക്കപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, മനസ്സിൽ തിങ്ങി വരുന്ന സംശയങ്ങൾ കൃത്യമായി മുന്നിൽ കൊണ്ടുവെക്കാൻ ഇവിടെ ഇതാ ഓപ്പൺ സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാനുള്ള അവസരമാണ്. വളരെ ശക്തമായി നിങ്ങൾക്ക് ചോദിക്കാം, സംവദിക്കാം. ഇൻഷാ അല്ലാഹ് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ കൃത്യമായ പ്രമാണത്തോടെ അതിന് കൃത്യമായ മറുപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒന്നുകൂടി കൂട്ടുവെക്കട്ടെ ഞാൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അടുത്ത കാലത്ത് അടർന്നു പോയ ഒരു വിശ്വാസധാരയുണ്ട്, ഒരു ചിന്താധാരയുണ്ട്. ആ ചിന്താധാര നേരത്തെ ഇവിടുന്ന് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി സൂചിപ്പിച്ചിരുന്നു. അതെന്താണ്? ഈ പരിപാടിയുടെ തൊട്ടടുത്ത്, ഇതിന്റെ തൊട്ടടുത്തൊരു ജിന്നുണ്ടെങ്കിൽ അതിന്റെ കഴിവിൽപ്പെട്ടൊരു സഹായം ഞാൻ ചോദിച്ചാൽ എന്ത് കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഈ പ്രദേശത്ത് അല്ല കേരളത്തിൽ മുജാഹിദുകൾക്കിടയിൽ നിന്നുണ്ടായി തീർന്നത് പിശാചിന്റെ ദുർബോധനമാണ് എന്നതിൽ രണ്ടഭിപ്രായമില്ലല്ലോ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദര, ഈ വിഷയത്തെ താത്വികമായി വിശദീകരിച്ച ഒരു പണ്ഡിതൻ, അയാൾ തൻ്റെ അടുത്ത് വരുന്ന ചില ആളുകളോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ കാര്യമെന്നറിയുമോ? ശിർക്കും വസീലത്ത് ശിർക്കുമാകുന്ന രൂപത്തെ വിശദീകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന സമയം എനിക്കൊരു 5 ലക്ഷം ഉറുപ്പികയുടെ ആവശ്യമുണ്ട്. ഒരു 5 ലക്ഷം ഉറുപ്പികയുടെ ആവശ്യം എനിക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ജിന്ന് കൊണ്ടുവന്ന് 5 ലക്ഷം ഉറുപ്പിക തന്നു. താൻ ജിന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ കൊണ്ട് തന്നു. ഞാൻ ആ 5 ലക്ഷം രൂപ വാങ്ങി. പിന്നീട് എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ചു. ഈ വാങ്ങിയ 5 ലക്ഷം ഉറുപ്പിക വസീലത്തു ശിർക്കാണ്. ഈ വാങ്ങിയ 5 ലക്ഷം ഉറുപ്പിക വസീലത്തു ശിർക്കാണ്. കാരണം ഇത് വസീലത്തു ശിർക്കാകാനുള്ള കാരണം എന്താണെന്നറിയോ? കുറച്ച് നാളുകൾക്ക് ശേഷം ഈ മനുഷ്യന് 1 ലക്ഷം ഉറുപ്പികയുടെ ആവശ്യം വന്നു. 1 ലക്ഷം ഉറുപ്പികയുടെ ആവശ്യം വന്ന് പല രൂപത്ത് നോക്കിയിട്ടും കിട്ടണില്ല. അവസാനം ഇയാൾ മനസ്സിലാക്കി, എനിക്ക് അന്ന് 5 ലക്ഷം ഉറുപ്പിക ഒരു ജിന്നു കൊണ്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ മനുഷ്യൻ അയാൾ വിളിക്കുകയാണ്, അയാൾ പറയുകയാണ്, അല്ല ജിന്നെ, എനിക്ക് അന്ന് 5 ലക്ഷം ഉറുപ്പിക സഹായം ചെയ്ത ജിന്നല്ലേ, എവിടെ അടുത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇജൊന്ന് വന്നിട്ട് എനിക്കൊരു 1 ലക്ഷം ഉറുപ്പിക കൂടി കൊണ്ട് തരണം കേട്ടോ എന്നിയാൾ പറഞ്ഞാൽ അത് ശിർക്കാണ്. മറ്റേത് വസീലത്ത് ശിർക്കാണ്. പ്രിയപ്പെട്ട സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി കേരളത്തിലുടനീളം ഓടി നടന്ന് പ്രസംഗിച്ചൊരു പണ്ഡിതന്റെ വാചകമാണ്. ഈ ജിന്ന് വിഭാഗത്തിന്റെ ജിന്നുവാദികളുടെ അവരുടെ താത്വികാചാര്യന്റെ കണ്ടുപിടുത്തമാണിത്. എന്റെ കൈ ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത് പ്രസംഗിച്ചതിന്റെ കൃത്യമായ അതിന്റെ ക്ലിപ്പ് നമ്മളെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണക്കാരന്റെ മുന്നിൽ ഇത്തരം താത്വികമായ ചിന്താധാരകൾ അവതരിപ്പിച്ചിട്ട് ഇന്നെല്ലാരും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കൈ കഴുകി റെഡിയാക്കി. എന്താ കൈ കഴിയത്? ഞങ്ങൾക്ക് ആ വാദല്ല. ആര് പറഞ്ഞു ജിന്നിനെ വിളിക്കാൻ? ഞങ്ങൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? ഇജ്ജ് പറഞ്ഞോ? അങ്ങനെ ഞങ്ങൾക്കതില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചോട്ടെ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. 2012 പുതിയ തൗഹീദ് ഉണ്ടാക്കി മുജാഹിദ് പ്രസ്ഥാനം അഥവാ KNM പിഴച്ചുപോയി എന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞ ആളുകൾ ആ 12 ഉണ്ടാക്കിയ പുതിയ തൗഹീദ് എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞത് ജിന്നുവിളി, അത് എല്ലാം ശിർക്കാണെന്ന് ഇവർ പറഞ്ഞ പുതിയ വാദമാണ്. അതുപോലെ ഭൗതികം അഭൗതികം വിഷയം പറഞ്ഞത് പുതിയ വാദമാണ് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന് അത് പറയാൻ രംഗത്ത് വന്ന സക്കരിയ സ്വലാഹി പുറത്താക്കിയതിന് ശേഷം ഇപ്പോൾ അതേ ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് ആ വാദല്ല. അതിന്റെ അർത്ഥം 2012 കേരള നദ്വത്തുൽ മുജാഹിദീനോ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോ പുതിയ ഒരു തൗഹീദ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. രണ്ടാമത്തത്,
സക്കരിയ സ്വലാഹി ഇട്ട ഒപ്പ് അത് അദ്ദേഹം അയ്യപ്പനൊപ്പ് എന്നാ പറഞ്ഞത്. എന്നെ പിടിച്ചു നിർത്തി ഒപ്പിടിപ്പിച്ചു എന്നാ പറഞ്ഞത്. അതെനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി എന്നാ പറഞ്ഞത്. അങ്ങനെ മൂപ്പർ ഇറങ്ങിപ്പോയി. ചോദിക്കട്ടെ, അതേ സമയത്ത് ഒപ്പിട്ട രണ്ട് പ്രഗത്ഭരായ ആളുകൾ അപ്പുറത്തുണ്ടല്ലോ. ഒന്ന് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര്, മറ്റൊന്ന് PN അബ്ദുൽ ലത്തീഫ് മദനി. ചോദിക്കട്ടെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നിങ്ങൾ രണ്ടാളും ഒപ്പിട്ടത് സക്കരിയ സ്വലാഹിയെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയതുപോലെ അല്ലെങ്കിൽ അവരെ പിടിച്ചു ഞെക്കിയതുപോലെ ആയിരുന്നോ? അല്ലല്ലോ. ആ ഒപ്പിട്ടത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? അതെപ്പോഴെങ്കിലും ജനങ്ങളോട് തുറന്നു പറഞ്ഞോ? ഇല്ലല്ലോ. പ്രിയപ്പെട്ട സഹോദര, ഇതാണ് ഞാൻ പറഞ്ഞത്. കേരള നദവത്തുൽ മുജാഹിദീൻ പുലർത്തി പോന്ന ആശയമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം അത് ഐക്യത്തിന്റെ പ്രഖ്യാപനമാണ്. അത് പാരത്രിക മോക്ഷത്തിന്റെ പ്രഖ്യാപനമാണ്. സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള പ്രഖ്യാപനമായിരുന്നു. പക്ഷെ ഭിന്നിപ്പിച്ച ആളുകൾക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് തെറിച്ചു പോകാനാണ് അവർ ശ്രമിച്ചത് എന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ചെയ്തു പോയ അബദ്ധങ്ങളെ കുറിച്ചുള്ള ഖേദപ്രകടനമാണ്. ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന അണികളുടെ കുംഭസാരമെന്ന് ആരെങ്കിലും മനസ്സിലാക്കി പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ആദർശത്തോട് ഭിന്നിപ്പ് കാണിക്കുന്ന ഏതൊരു സഹോദരനും കടന്നു വരാം. ചോദിക്കാം നിങ്ങളുടെ സംശയം. പ്രമാണം കൊണ്ട് ഞങ്ങളെ ഖണ്ഡിക്കാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പ്രമാണം അവതരിപ്പിക്കാം നിങ്ങൾക്ക്. ഞങ്ങളിതാ കൃത്യമായി തുറന്നു വെക്കുകയാണ് ഈ അവസരം. അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ പ്രബോധനത്തിന്റെ ശക്തമായ സംവേദനക്ഷമതയിൽ ഈ വിഷയം ഞങ്ങൾ ഇവിടെ വെക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സംശയമുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഇനിയുള്ളത്. ബഹുമാന്യന്മാരായ പണ്ഡിതന്മാരെത്തിയിട്ടുണ്ട്. എല്ലാവരും ആ വിഷയത്തിൽ സജീവമായി ഇടപെടണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.